നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങളുടെ ബന്ധത്തിൽ ഉടനെ സംഭവിക്കാൻ പോകുന്ന മാറ്റം, നിങ്ങളുടെ ബന്ധത്തിലെ തടസ്സം എന്തായിരുന്നു എന്നുള്ളൊരു എനർജിയാണ് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു റീഡിങ്സ് കാണുന്നത്? ആ പേഴ്സണെ മനസ്സിൽ വിചാരിച്ച് ആ വ്യക്തിയുടെ പേരൊരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് ലൈക്ക് ചെയ്ത് നിങ്ങൾ എനർജിയെ കണക്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടൊരു റീഡിങ്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങൾ അഫർമേഷൻസ് എഴുതണം. അഫർമേഷൻസ് എഴുതുന്ന സ്റ്റോപ്പ് ചെയ്യരുത്. നിങ്ങളത് കണ്ടിന്യൂ ആയിട്ട് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ 100% ഉണ്ടാകും. പ്രപഞ്ചശക്തിയിൽ പരിപൂർണമായും വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് തന്നെ തുടങ്ങണം. പ്ലസ് നിങ്ങളുടെ ലൈഫിൽ എന്താണ്, നിങ്ങളുടെ ബന്ധത്തിൽ എന്താണ്, നിങ്ങളുടെ ബന്ധങ്ങളിൽ വന്നിരിക്കുന്ന വിള്ളലുകൾ മാറി എങ്ങനെയാവണം നിങ്ങളുടെ റിലേഷൻഷിപ്പുകൾ, അത് ഏത് തരത്തിലുള്ള ബന്ധമാണെങ്കിലും ഏത് രീതിയിൽ മാറണം. നിങ്ങളത് സന്തോഷത്തോടു കൂടി ഒരു അതായത് ഒരു ഇമാജിൻ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു അഫർമേഷൻസ് എഴുതാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ വളരെ സന്തോഷകരമാകുന്ന അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾ ഒരാഴ്ച എഴുതിയാൽ മതി, കറക്റ്റായിട്ട് എഴുതിയാൽ നിങ്ങളിൽ മാറ്റം വരും. അക്ഷരങ്ങളുടെ മാജിക്ക് പറയാൻ പറ്റാത്തതിനും അപ്പുറമുള്ളൊരു എനർജിയാണ്. നിങ്ങളത് ചെയ്ത് നിങ്ങൾ എക്സ്പീരിയൻസ് നേടുക. ഫാമിലി ലൈഫിലാണെങ്കിലും മക്കളുടെ ലൈഫിലാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ മറ്റ് സാഹചര്യങ്ങളിലാണെങ്കിലും സാമ്പത്തികമായിക്കോട്ടെ കരിയർ മേഖലയായിക്കോട്ടെ നിങ്ങൾക്കൊരു സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ഏതൊക്കെ മേഖലകളിൽ വേണോ നിങ്ങളത് എഴുതുക. ധൈര്യമായിട്ട് നിങ്ങൾ എഴുതിക്കൊള്ളുക. കാരണം എഴുതിയവർക്ക് ഫലം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനൊരു മടി നിങ്ങൾ കാണിക്കരുത്. പക്ഷേ ഇത് ചെയ്യുമ്പം ഇതൊക്കെ നടപടി ഉണ്ടോ എന്നുള്ള കൺഫ്യൂഷൻ എനർജിയോട് കൂടി നിങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങളത് ഈ കറൻറ്റ് സമയം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്ന രീതിയിൽ തന്നെ നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. നമ്മുടെ തടസ്സങ്ങൾ, ബ്ലോക്കേജുകൾ, കർമ്മ ബ്ലോക്കേജുകൾ, ഒരു പക്ഷേ മുൻ സമയങ്ങളിലായിക്കോട്ടെ മുൻ ജന്മങ്ങളിലായിക്കോട്ടെ അറിയാതെയൊക്കെ നമ്മുടെ നാവിൽ നിന്ന് പറഞ്ഞ ചില വാക്കുകളാവാം, ചില പ്രവൃത്തികളാവാം. അതൊക്കെ ജസ്റ്റ് നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും. കുറച്ച് പെയിൻഫുള്ളാകുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വരും. വലിയ ആപത്തിന് നമുക്ക് ചെറിയ രീതിയിൽ കണ്ണിൽ കൊള്ളേണ്ടത് പുരുകത്തിൽ കൂടി കടന്നു പോകുന്നത് പോലെ നമ്മുടെ ലൈഫിൽ നിന്ന് ഓരോ പ്രശ്നങ്ങളും അവസാനിച്ച് നിങ്ങൾ ഹീലാവും. നിങ്ങൾ അഫർമേഷൻസ് എഴുതിയാൽ കേട്ടോ. അപ്പോൾ അത് ചെയ്യാൻ ശ്രമിക്കുക. പേഴ്സണൽ റീഡിങ്സ് വേണമെന്നുള്ളവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്ന് ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്ത് നോക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിലും മറ്റ് കാര്യങ്ങളിലുമുള്ള തടസ്സങ്ങളും പ്രശ്നങ്ങളും ശത്രുദോഷങ്ങളും അതുപോലെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും നിങ്ങളുടെ മനസ്സിൽ കൺഫ്യൂഷനോടുകൂടി നിൽക്കുന്ന എന്ത് സംഭവിച്ചു, എന്തുകൊണ്ട്, എങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ വ്യക്തമായി നിങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആണെങ്കിൽ, പോസിറ്റീവായിട്ട് തോന്നുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. നമുക്ക് റിലേഷൻഷിപ്പിൻ്റെ എനർജിയിലേക്ക് പോകാം. നമുക്കിവിടെ വന്നിരിക്കുന്ന സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കേട്ടോ. നിങ്ങളുടെ റിലേഷനിൽ ഉടനെ സംഭവിക്കാൻ പോകുന്നത് ഏസ് ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ്, ദ ലവേഴ്സ് എനർജി, 4 ഓഫ് വാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട്, ഫുൾ കാർഡിൻ്റെ എനർജി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാതെ ഒരു മിറാക്കിൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ബന്ധത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഒരു റീഡിങ്സിൽ കിട്ടിയിരിക്കുന്നത്. അൺകണ്ടീഷണലായ ഒരു റീയൂണിയൻ എനർജിയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. നിങ്ങളുടെ പേഴ്സൺ എത്രത്തോളം ലോങ് ഡിസ്റ്റൻസിലാണെങ്കിലും നിങ്ങൾക്കിടയിൽ എത്രത്തോളം മാനസികപരമാകുന്ന അകലം ഉണ്ടായിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷനിൽ എത്രത്തോളം തെറ്റിദ്ധാരണകളോ അൺഹെൽത്തി സിറ്റുവേഷൻസോ ഒക്കെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒരു പക്ഷേ മറക്കാൻ പറ്റാത്ത പല സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ ഈ ഒരു ബന്ധത്തിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ വ്യക്തിക്കും ചില മാനസിക പ്രശ്നങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായത് ഉള്ളിൽ കിടപ്പുണ്ടെങ്കിൽ പോലും അതെല്ലാം ഹീലായിക്കൊണ്ട് അതെല്ലാം അവസാനിച്ചുകൊണ്ട് നിങ്ങൾക്കിടയിൽ ഒരു ഡബിൾ എനർജിയുടെ പ്രസൻസ് ഉണ്ട് തടസ്സമായിട്ട് ഈ ഒരു റിലേഷനിൽ. അതായത് നിങ്ങളെ 2 ദിശകളിലേക്ക് 2 ധ്രുവങ്ങളിലേക്ക് ആക്കുക എന്ന ഒരു ലക്ഷ്യമുള്ള ഒരു എനർജി നിങ്ങളുടെ റിലേഷനിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളോടൊപ്പം ചേർന്ന് നിൽപ്പുണ്ടായിരുന്നു എന്നൊരു എനർജി കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള എല്ലാ പ്രതിസന്ധികളെയും
തരണം ചെയ്ത് മറികടന്ന് നിങ്ങളിലേക്ക് അൺഎക്സ്പെക്റ്റഡായ അൺകണ്ടീഷണലായ ഒരു റീയൂണിയൻ പ്രസൻസാണ് ഈ ബന്ധത്തിൽ ഉടനെ സംഭവിക്കാൻ പോകുന്നതെന്നാണ് കാണുന്നത്. കാരണം അവർക്ക് സമാധാനമില്ല. നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതിൽ, നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിൽ, അവർക്ക് ചുറ്റുമുള്ള പല സാഹചര്യങ്ങളും നിങ്ങളുടെ ഓർമ്മകൾ അവരെ പിടികൂടുന്ന തരത്തിൽ നിങ്ങളെ വിട്ടുകളയാൻ ശ്രമിക്കുമ്പോഴും അതിനേക്കാൾ ശക്തമായിട്ട് നിങ്ങളുടെ ഓർമ്മകൾ അവരിലേക്ക് കണക്റ്റഡ് ആകുന്നു. അവർക്ക് എപ്പോഴും അവരുടെ മനസ്സിൽ പറയുന്ന അല്ലെങ്കിൽ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് അവർക്ക് കൊടുക്കുന്ന ഒരു ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് നിങ്ങളാണ് അവരുടെ യഥാർത്ഥമാകുന്ന ഡെസ്റ്റിനിയിൽപ്പെട്ട എനർജി. നിങ്ങളോടൊപ്പം നിൽക്കുമ്പോൾ മാത്രമാണ് ഇവർക്ക് സന്തോഷവും സമാധാനവും സംരക്ഷണവും ലഭിക്കുന്നുള്ളൂ എന്ന എനർജി ഇവരിലേക്ക് ശക്തമായിട്ട് വന്നു ചേരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവർ പല രീതിയിൽ നിങ്ങളിൽ നിന്നും അകന്നു പോകാൻ, അതായത് തിരിച്ചിനി നിങ്ങളിലേക്ക് വരാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർക്ക് എല്ലാ സാഹചര്യങ്ങളും അവസാനം അവർ ഏത് മേഖലകളിലേക്ക്, ഏത് സിറ്റുവേഷൻസിലേക്ക് അവർ ഫോക്കസ് ചെയ്താലും അവസാനം അവരുടെ എനർജി കണക്ഷൻസ് വന്ന് നിൽക്കുന്നത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുമായിട്ടുള്ള ഒരു സിറ്റുവേഷൻസിലേക്കാണ്, നിങ്ങളുടെ ഓർമ്മകളിലേക്കാണ്. നിങ്ങളുടെ പ്രസൻസ് ലഭിക്കുന്ന സാഹചര്യങ്ങളിലൂടെയാണ് അവർക്ക് കടന്നു പോകേണ്ടി വരുന്ന ഡിസ്റ്റർബൻസ് അവർ അനുഭവിക്കുന്നുണ്ട്. കാരണം ഈ ഒരു റിലേഷനിൽ നിന്ന് മാറിപ്പോകാം, ഇത് അവസാനിപ്പിക്കണമെന്ന ഒരു ദൃഢനിശ്ചയം അവരുടെ ഉള്ളിലുണ്ട്. പക്ഷെ അവർക്കത് സാധിക്കുന്നില്ല. കാരണം അത്രത്തോളം നിങ്ങളുടെ സോൾ എനർജിയും അവരുടെ സോൾ എനർജിയും കണക്റ്റഡ് ആണ്. ഒരേ ഡെസ്റ്റിനിയാണ്, ദ ലവേഴ്സ് എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരിക്കലും വിട്ടുപിരിയാൻ പറ്റാത്ത വിധം രണ്ട് കാന്തങ്ങൾ പോലെ കണക്റ്റ് ചെയ്ത് നിൽക്കുന്ന ബന്ധം തന്നെയാണ്. അതായത് ഒരേ എനർജി വൈബോട് കൂടി നിൽക്കുന്ന സോളുകളാണ് നിങ്ങളുടേത്. ഒരു കാരണവശാലും ഈ വ്യക്തിക്കോ നിങ്ങൾക്കോ ഇനി എത്രത്തോളം അകലാൻ ശ്രമിച്ചാലും അത്രത്തോളം അടുക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത്. ഏസ് ഓഫ് കപ്സ് ആണ്. അൺകണ്ടീഷണലായ ഒരു റീയൂണിയൻ പ്രസൻസ് ആണ് വരുന്നത്. സറണ്ടർ ചെയ്യേണ്ടി വരുന്നത്, അതായത് ആരാണോ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഈഗോ കാണിക്കുന്നത് അവർ സറണ്ടർ ചെയ്യേണ്ടി വരുന്നു. തെറ്റ് ചെയ്തവൻ മാപ്പ് ചോദിക്കേണ്ടി വരുന്ന അവസ്ഥ തന്നെയാണ് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ട്രാപ്പ് എനർജി പോലെയാണ് നിങ്ങളുടെ ബന്ധം നിലനിൽക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് അൺസാറ്റിസ്ഫൈഡ് ആയ സിറ്റുവേഷൻസുകളൊക്കെ പാസ്റ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുള്ള പെരുമാറ്റങ്ങളിൽ വളരെയധികം നെഗറ്റീവ് ആകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നാൽ തന്നെ ഈ ഒരു റിലേഷനിൽ ഇമോഷണൽ സറണ്ടർ എനർജിയാണ് പറഞ്ഞിരിക്കുന്നത്. അത് വിധിയിൽപ്പെട്ടതാണ്. കാലം അത് കണക്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്ന സിറ്റുവേഷൻസ് ആയിട്ട് തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് ആണ്, പ്രതിജ്ഞാബദ്ധതയാണ്. അതായത് എത്ര പുറകോട്ട് പോകാൻ ശ്രമിച്ചാലും മുന്നോട്ടേക്ക് നിങ്ങളിലേക്ക് അവരെ പിടിച്ചു വലിക്കുന്ന ഒരു പവർഫുള്ളാകുന്ന എനർജി നിങ്ങൾ തമ്മിലുണ്ട്. മാത്രവുമല്ല അവർക്ക് കിട്ടുന്ന ഗൈഡൻസ്, പ്രകൃതിയിൽ നിന്ന് പോലും അവർക്ക് കിട്ടുന്ന ഗൈഡൻസ് നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകുക, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്നു ചേരുക, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾക്കൊരു സക്സസ് വേണമെങ്കിൽ, ഈ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിക്ക് ലൈഫിലൊരു മാറ്റം വേണമെങ്കിൽ അത് നിങ്ങളുമായിട്ട് കൂടിച്ചേരുക എന്നുള്ളത് എപ്പോഴും കണക്റ്റ് ചെയ്യപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. നിങ്ങളിൽ നിന്ന് അവർ എത്രത്തോളം ദൂരേക്ക് മാറിപ്പോയാലും അവിടെ നിന്ന് നിങ്ങളിലേക്ക് തന്നെ തിരിച്ച് സഞ്ചരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു റിലേഷനിൽ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ആക്ഷൻ എടുക്കേണ്ടി വരും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. നിങ്ങളിൽ നിന്നും അവർക്ക് പിന്മാറി പോവുക എന്നത് അസാധ്യമാണ്. നിങ്ങൾക്കാണെങ്കിലും ഈ ഒരു വ്യക്തിയിൽ നിന്നും മാറിപ്പോവുക എന്നത് അസാധ്യമാണ്. നിങ്ങളുടെ പൊരുത്തക്കേടുകളെ, നിങ്ങളുടെ നെഗറ്റീവ് ആകുന്ന സാഹചര്യങ്ങളെ ബാലൻസ് ചെയ്യുക, അതായത് കാര്യങ്ങളെ പൊരുത്തപ്പെടുത്തുക, അതായത് അഡ്ജസ്റ്റബിൾ ആകുക എന്നതാണ് ഈ ഒരു റിലേഷനിൽ കാണാൻ സാധിക്കുന്നത്. ദ ലവേഴ്സ് എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. വളരെയധികം കൺട്രോളിങ് ആൻഡ് വിൽ പവർ എനർജിയാണ്. ഈ ഒരു ബന്ധത്തിൻ്റെ ഒരു പൂർവജന്മ ബന്ധം വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഏറ്റവും നല്ല ഒരേ ഡെസ്റ്റിനിയിൽപ്പെട്ട ഏറ്റവും നല്ല കണക്ഷൻസ്, കണക്റ്റഡ് ആവാൻ പറ്റുന്ന ഏറ്റവും പവർഫുള്ളായ രണ്ട് വ്യക്തികളാണ് നിങ്ങൾ. സോൾ കണക്ഷൻസ് ആണ്. സോൾ കണക്ഷൻസിനേക്കാൾ അപ്പുറത്തേക്ക് കടന്നുപോയൊരു ട്വിൻ ഫ്ലെയിം ജേണി എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും. അപ്പം നിങ്ങളുടെ ലൈഫിൽ എത്ര വീഴ്ച സംഭവിച്ചാലും, നിങ്ങളിനി എത്രത്തോളം സെപ്പറേറ്റഡ് ആയാലും, അങ്ങോട്ടും ഇങ്ങോട്ടും എത്രത്തോളം വൈരാഗ്യ ബുദ്ധിയോടുകൂടി പെരുമാറിയാലും, എത്രത്തോളം അകലങ്ങളിലേക്ക് മാറിപ്പോയാലും, അകലം കൂടുന്തോറും നിങ്ങളുടെ ബന്ധത്തിന്
അടുപ്പം കൂടി വരുന്നു എന്ന് തന്നെ നമുക്ക് ഈ ഒരു എനർജിയിൽ പറയാൻ സാധിക്കുകയുള്ളൂ. ഫോറോസോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നത് ഒരാൾ വളരെ ശക്തമായിട്ടും നിരാശയിലാണ്. അതായത് കുറ്റബോധം വളരെ ശക്തമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക്. വല്ലാത്ത ഒരു ധർമ്മ സങ്കടത്തിലാണ്. ചെയ്തു പോയതും അല്ലെങ്കിൽ എടുത്തുചാട്ടമായി പോയതും പ്രവർത്തിച്ചതുമെല്ലാം വളരെയധികം മോശമായി അല്ലെങ്കിൽ തെറ്റായതായി പോയി. അതായത് മുന്നിലുള്ള കൂടെയുള്ള ആളുടെ വാല്യൂ നമ്മൾ ആ സമയത്ത് അറിയാതെ പോകുന്നു. നമ്മൾ ഒരാൾക്ക് വാല്യൂ കൊടുക്കേണ്ട സമയത്ത് ആ വ്യക്തിക്ക് വാല്യൂ കൊടുക്കാതെ പോയി, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ മൂല്യം അറിയാതെ പോയി എന്നുള്ള ഒരു എനർജി അവരിൽ വളരെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇവർക്ക് ഓപ്പർച്യൂണിറ്റീസും അതുപോലെ ചില കാര്യങ്ങളിൽ ഓവറായിട്ടുള്ള അഡിക്ഷനൊക്കെ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അതായത് അവരുടെ ആ ഒരു അഡിക്ഷനെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ മറ്റുള്ള ബന്ധങ്ങളോടായിരിക്കാം, ഓപ്പോസിറ്റ് നിൽക്കുന്ന അവരിലേക്ക് കണക്റ്റഡ് ആകുന്ന പല സാഹചര്യങ്ങളോടായിരിക്കും, ഇവർക്ക് ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളോട്, അരുത് എന്ന് ചിന്തിക്കേണ്ട പല കാര്യങ്ങളോടും ആവശ്യമില്ലാതെ അഡിക്ഷനുള്ള വ്യക്തികളാവാം. ചിലരെ സംബന്ധിച്ച് പേര് പ്രശസ്തിക്കൊക്കെ വേണ്ടിയിട്ട് പാഞ്ഞ് നടന്നിട്ടുണ്ടാവാം. ചിലരെ സംബന്ധിച്ച് ഭൗതിക സുഖങ്ങളോട് അഡിക്ഷൻ ഫീൽ ചെയ്ത വ്യക്തികളാവാം. ചിലരുടെ എനർജിയിലേക്കൊക്കെ നോക്കുമ്പോൾ സാമ്പത്തികം, പേര്, നമ്മൾ പറഞ്ഞ പോലെ പേര്, പ്രശസ്തി, സാമ്പത്തികം, അതുപോലെ തന്നെ അങ്ങനെയുള്ള പല കാര്യങ്ങളോടും, ചിലരെ സംബന്ധിച്ച് മോശമാകുന്ന ചില ബന്ധങ്ങളോട് അഡിക്ഷൻ തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ വളരെ തെറ്റായിരുന്നു. അവർ ചെയ്തതെല്ലാം വളരെ എന്താ പറയുക, പറഞ്ഞ് മാപ്പ് ചോദിച്ചാൽ പോലും തീരാത്ത തരത്തിലുള്ള തെറ്റുകൾ ഇവർക്ക് സംഭവിച്ചു എന്നതൊക്കെ ഇപ്പോൾ അവർ വല്ലാതെ വേദനിക്കുന്നു. നിങ്ങളെന്ന് പറയുന്ന എനർജിയിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു പ്രഷ്യസ്നെസ് ആണ് കാണുന്നത്. ഒരു ദൈവീകമാകുന്ന ഒരു എനർജിയാണ് നിങ്ങളിൽ ഇപ്പോൾ അവർക്ക് കാണാൻ സാധിക്കുന്നത്. സമ്പത്ത്, സമൃദ്ധിയാണ്, ഐശ്വര്യമാണ്, ഒരു മാതൃ എനർജിയുടെ പ്രസൻസാണ് ഇപ്പം നിങ്ങളിലേക്ക് അവർക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം അത്രത്തോളം നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നിരിക്കാം, അത്രത്തോളം നിങ്ങൾ ജെനുവിനായിട്ട് ഈ ഒരു റിലേഷനിൽ നിന്നിട്ടുണ്ടാവാം. ആ ഒരു വ്യക്തിക്ക് മുന്നിൽ നിങ്ങൾ അത്രത്തോളം കീഴടങ്ങി എല്ലാം സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിച്ചിട്ടുണ്ടാകാം. ഇപ്പം അതെല്ലാം ചിന്തിക്കുമ്പം അവരുടെ തെറ്റുകളും നിങ്ങളോട് ചെയ്തതും നിങ്ങളോടുമായിട്ടുള്ള ഒരു നഷ്ടം, സമയനഷ്ടം വരുത്തിയത്, നിങ്ങൾക്കിടയിൽ ഉണ്ടായ ഒരു കാലത്തിൻ്റെ ഒരു അകൽച്ച, അതൊക്കെ അവരെ വല്ലാതെ ഇപ്പം വേദനിപ്പിക്കുന്നതായിട്ടും ഒരു വല്ലാതെ ഒരു തുറന്ന് പറയാൻ പറ്റാത്ത വിധം മനസ്സിലെല്ലാം കൂടി നിറച്ച് വെച്ച് വേദനിക്കുന്ന, മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. ഒളിച്ചോടാമെന്നുള്ള, അതായത് മറ്റു സാഹചര്യങ്ങളിൽ നിന്നൊക്കെ ഒളിച്ചോടുക എന്ന ഒരു പ്രവണതയിൽ പുറത്തേക്ക് മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യാതെ ഉൾവലിഞ്ഞ് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻസിലേക്കാണ് മാറുന്നത്. ഫോർ ഓഫ് വൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്കിവിടെ പറയാൻ സാധിക്കുന്നതൊരു ഹാപ്പി എനർജിയാണ്, ഒരു സെലിബ്രേഷൻ അവരാഗ്രഹിക്കുന്നു. ഈ ഒരു റിലേഷനിൽ നിങ്ങൾക്ക് യോഗമുണ്ട്. ഒരു എഫോർട്ട്, നിങ്ങൾ ഒരു പക്ഷേ എടുത്ത ത്യാഗത്തിൻ്റെ എഫോർട്ടിൻ്റെ ഫലം, അതുപോലെ ഒരു പക്ഷേ ആ ഒരു വ്യക്തി എടുക്കാതെ പോയ ഒരു എഫോർട്ട് അവരെടുക്കാൻ തയ്യാറാകുന്ന ഒരു സാഹചര്യം ഒക്കെ ഈ ഒരു എനർജിയിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട്. നിങ്ങളെ ബ്ലോക്കൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന വ്യക്തികളുടെ എനർജിയിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളോട് ശക്തമാകുന്ന ഫൈറ്റിംഗ് ചെയ്തിരുന്ന സാഹചര്യങ്ങളിൽ നിന്നൊക്കെ അവർ മാറുകയാണ് കേട്ടോ. നല്ലൊരു ചേഞ്ചിങ് നിങ്ങൾക്കിടയിൽ വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ദ ഫുൾ എനർജിയുടെ പ്രസൻസ് വന്നിട്ടുണ്ട്. ഒന്നും ചിന്തിക്കാതെ, വരും വരായികകളെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ നിങ്ങളിലേക്ക് വന്നു ചേരുക എന്ന ഒരു ലക്ഷ്യം അവരിൽ സ്ട്രോങ് ആയിട്ടുണ്ട്. ഇതിനകത്ത് മധ്യസ്ഥ ചർച്ചയോ ലീഗൽപരമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ പോകുന്നവരോ ഒരു പൗരോഹിത്യ പ്രസൻസ് നിങ്ങളുടെ ഈ ഒരു കാര്യത്തിൽ ശരിക്കും കണക്റ്റഡ് ആകുന്നതായിട്ട് കാണുന്നുണ്ട്. ഉടനെ തന്നെ കാര്യങ്ങൾക്ക്, അതായത് അടഞ്ഞു കിടന്ന വാതിലിന് തുറക്കാൻ ഒരു താക്കോല് കണ്ടെത്തുന്ന, ഒരിക്കലും തുറക്കപ്പെടില്ല എന്ന് ചിന്തിച്ചിരുന്ന ചില കാര്യങ്ങളൊക്കെ തുറക്കപ്പെടുന്നു, ഓപ്പൺ ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻസ് ആണ് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണുന്നത്. അപ്പോൾ വർഷങ്ങളായിട്ട് നിങ്ങൾക്കിടയിൽ സെപ്പറേഷനോ നിങ്ങൾക്കിടയിൽ കണക്റ്റഡ് ആവാതെ നിന്ന വ്യക്തികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നേന്ന് തുടങ്ങുന്ന ഒരു സാഹചര്യം, ഒന്നേന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങൾ കണക്റ്റഡ് ആകുന്ന, അവർ വന്ന് ചേരുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഒരു കപ്പ് ഓഫ് ലവ്, നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പോലത്തെ ഒരു പൂക്കാലം നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് നമുക്ക് കാണിച്ചു തരുന്നത് കേട്ടോ.
സമൃദ്ധിയുടേതും അതുപോലെ തന്നെ എന്താ പറയുക, ഒരു ശുക്രൻ എനർജി, ശുക്രദശയുടെ ഒരു പ്രസൻസ്, അതായത് എല്ലാ രീതിയിലും എല്ലാ സുഖങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുമായിട്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ തരത്തിലെ സുഖവും സന്തോഷവും സമാധാനവും എല്ലാം നിങ്ങൾക്കൊരു സമൃദ്ധി വന്നു ചേരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 7 ഓഫ് കപ്സിൻ്റെ എനർജി ഉണ്ട്. തേർഡ് പാർട്ടികളുടെ പ്രസൻസ് അല്ലെങ്കിൽ അമിതമാകുന്ന മറ്റു ബന്ധങ്ങളാണ് നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ പല രീതിയിലുള്ള കൺഫ്യൂഷൻ ഉണ്ടാക്കുകയും അല്ലെങ്കിൽ ചില വലയങ്ങളിൽ പെടുത്തി കളയുകയും ഒക്കെ ചെയ്തത് അവർ മനസ്സിലാക്കുന്നത്. അവരിപ്പോൾ കറൻ്റ്ലി ചിന്തിക്കുന്നത് അവരുടെ മുന്നിൽ ഒരുപാട് ഓപ്ഷൻസുകൾ ഉണ്ടായിരുന്നു, അവരതിൻ്റെ എല്ലാം പിന്നാലെ പാഞ്ഞ് നടന്നൊരു സമയമുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ അപ്പോഴും സ്റ്റിൽ അവർക്ക് വേണ്ടി വെയിറ്റിംഗ് ചെയ്യുന്നു. നിങ്ങൾ ആ ഒരു സ്നേഹത്തെ പവിത്രമായിട്ട് തന്നെ കണ്ടിരുന്നു എന്നുള്ളതും അവർ മനസ്സിലാക്കുന്നുണ്ട്. അവരിപ്പം നിങ്ങളെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കിടയിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ, ഒരുപാട് അകലെയാണ് എങ്കിൽ ആ അകലം കുറച്ചെടുക്കാൻ വേണ്ടി അവർ ശരിക്കും ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരു പക്ഷേ നിങ്ങളോട് അവരൊരു മാപ്പ് ചോദിക്കുന്ന അവസ്ഥ, നിങ്ങളോടൊരു ക്ഷമാപണം നടത്തുന്ന സാഹചര്യത്തിലൂടെ തന്നെയാണ് അവരിപ്പം ഓരോ നിമിഷവും കടന്നു പോകുന്നത്. ഇവിടെ ഒരു തേർഡ് സിറ്റുവേഷൻസ്, മൂന്നാമതൊരു എനർജിയുടെ പ്രസൻസ് ഉണ്ട്. അത് ഒരു റിലേഷൻ്റെ എനർജി തന്നെയാണ് നമുക്ക് കാണുന്നത്. അവിടെ നിന്നും അവർ പൂർണ്ണമായിട്ടും മുഖം തിരിക്കുന്ന, അല്ലെങ്കിൽ അവർ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന, പതുക്കെ മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് ആണ്. കാരണം നിങ്ങളുമായിട്ടുള്ളൊരു ഫ്യൂച്ചർ അവരുടെ ഉള്ളിൽ അവർ ക്ലിയർ ചെയ്യുന്നുണ്ട്, കരുതിക്കൂട്ടി കാര്യങ്ങൾ നീക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ചെറിയ രീതിയിലാണ് അവിടെ നിന്നും പതുക്കെ അവർ വിട്ട് വരുന്നതായിട്ട് കാണുന്നത്. അവർക്ക് ഒറ്റയടിക്ക് ചിലപ്പോൾ ആ ഒരു എനർജിയിൽ നിന്നും പുറത്ത് കടക്കാൻ പറ്റില്ലാത്ത ചില സിറ്റുവേഷൻസുകൾ ഉണ്ടാവാം. ചെറിയ രീതിയിൽ അവർ ആ ഒരു സാഹചര്യത്തിലേക്കുള്ള ഒരു പ്രസൻസ് കുറച്ച് പൂർണ്ണമായും നിങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആവുക. നിങ്ങളിൽ പൂർണ്ണമായിട്ടും എന്തൊരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിലും എന്തെല്ലാം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും നിങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും കണക്റ്റഡ് ആവുക. ഫ്യൂച്ചർ നിങ്ങളോടൊപ്പം തന്നെ ആയിരിക്കണം എന്ന ഒരു ദൃഢനിശ്ചയം അവരിൽ കാണാൻ സാധിക്കുന്നുണ്ട്. 3 ഓഫ് വാൻസിൻ്റെ എനർജി ഉണ്ട്. അവരെന്തിനെയൊക്കെ പേടിക്കുന്നുണ്ട് കേട്ടോ. ഒന്നിലധികം സിറ്റുവേഷൻസുകളെ അവർ ഭയപ്പെടുന്നുണ്ട്, തടസ്സങ്ങളുണ്ട്. പക്ഷേ എന്തൊക്കെ ഉണ്ടെങ്കിലും അവരുടെ ഉള്ളിലൊരു നഷ്ടം, അവരുടെ ലൈഫിലൊരു ഒഴിഞ്ഞ കിടക്കുന്ന ഒരു പ്ലേസ് ഉണ്ട്, അവരുടെ ഹൃദയത്തിൽ ഒഴിഞ്ഞൊരു പ്ലേസ് ഉണ്ട്. അവിടെ നിങ്ങളുടെ സ്ഥാനം തന്നെയാണ്. അവിടേക്ക് മറ്റൊരാൾക്ക്, നിങ്ങൾക്ക് പകരമായിട്ട് മറ്റൊന്നിനെ അവർക്ക് അവരുടെ ഈ ഒരു ജീവിതയാത്രയിൽ ഈ നിമിഷം വരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആ ഒരു ഗ്യാപ്പ് ഇപ്പോഴും അവിടെ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങളുമായിട്ട് തന്നെ സാധ്യമാവുകയുള്ളൂ. നിങ്ങളിനി ഇല്ല എന്ന് പറഞ്ഞാലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും ചിന്തിക്കാതെ ആ ഒരു വ്യക്തിയുടെ പ്രസൻസ് മിറാക്കിളായിട്ട് വന്നിരിക്കും. പ്രതിസന്ധികളെ തരണം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസാണ്. അതായത് ഒരു ഫയർ എനർജിയുടെ പ്രസൻസ് ഇവിടെ ആവശ്യമാണ്. ഒരു ശുദ്ധീകരിക്കൽ ആവശ്യമുണ്ട് എന്നത് അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു. അവരതിന് തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. ഇനി എന്തെല്ലാം ത്യാഗം അനുഭവിക്കേണ്ടി വന്നാലും നിങ്ങളെന്ന് പറയുന്ന എനർജിയെ അവർക്ക് നേടിയെടുക്കുക. ക്യൂൻ ഓഫ് കപ്സ് അവർക്ക് കിട്ടാവുന്നതിലേക്ക് ഏറ്റവും സമൃദ്ധമാകുന്ന ഏറ്റവും നല്ല ഒരു പാർട്ട്ണർ, ഒരു ലോങ് ടൈം സക്സസ് എനർജി തന്നെയാണ് നിങ്ങളെന്നുള്ളത് അവർ ഉറച്ച് തന്നെ മനസ്സിലാക്കുന്നുമുണ്ട്. നിങ്ങളോട് ഒരുമിച്ച് മുന്നോട്ടേക്കുള്ള ഒരു യാത്രയ്ക്ക് അവർ തയ്യാറായിട്ട് നിൽക്കുന്നുമുണ്ട്. ചെറിയ രീതിയിലൊക്കെ അവർ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് പോലുള്ളതും അല്ലെങ്കിൽ പ്രാർത്ഥന പോലുള്ള കാര്യങ്ങളും ഈ ഒരു റിലേഷനിൽ വേണം. ഒരു ദൃഢത വേണം, ഒരു ദൃഢനിശ്ചയം വേണം, ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു എനർജി വേണമെന്ന് ആഗ്രഹിച്ച് അവർ അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഇന്നർ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാത്തിരിക്കുന്ന ഒരു എനർജിയാണ് കേട്ടോ, ഒരു വെയിറ്റിംഗ് എനർജിയിലാണ് അവർ കാത്തിരിക്കുകയാണ്. അത് ലോങ് ഡിസ്റ്റൻസ് എനർജി ഉള്ളവരെ സംബന്ധിച്ച് ആ ഒരു കാര്യം കൊണ്ടാവാം. അല്ലാത്തവരെ സംബന്ധിച്ച് സമയത്തിൻ്റെ ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ അവരുടെ ലൈഫിലൊരു തേർഡ് സിറ്റുവേഷൻസിനെ പതുക്കെ ഒഴിവാക്കി മാറ്റി കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് നിങ്ങളിലേക്ക് വരിക എന്ന ലക്ഷ്യമാണ്. നിങ്ങളുടെ റിലേഷനിലെ തടസ്സമെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ അവരിൽ തന്നെ സംഭവിച്ചതാണ് കേട്ടോ. അവർക്കുള്ളിൽ ഒരു അസംതൃപ്തി ഉണ്ടായിരുന്നു.
കുറ്റബോധമുണ്ടായിരുന്നു. ഒരു പക്ഷേ ഇതിനകത്ത് മറ്റെന്തെങ്കിലും ഒരു കാര്യം അവർക്ക് കുറ്റബോധം തോന്നാൻ പാകത്തിന് അവരുടെ മനസ്സാക്ഷി എപ്പോഴും അവരെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയിരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു സംതൃപ്തിക്കുറവുണ്ടായിരുന്നു കേട്ടോ അവർക്ക് പാസ്റ്റിൽ നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷനിൽ. ഒരു ബെർഡൻ, അതായത് അവരുടെ ഒരു സ്വപ്നം ഇതല്ല, അല്ലെങ്കിൽ ഇതൊരു അവരാഗ്രഹിച്ച പോലുള്ളതല്ല എന്നുള്ളൊരു ചിന്ത, അതുപോലെ ഒരു ബെർഡൻ, ഒരു ഭാരം പോലെ അവർക്ക് ഫീൽ ചെയ്തതൊക്കെ നിങ്ങൾക്കിടയിലെ തടസ്സമായിരുന്നു. അവർക്കൊരു അസംതൃപ്തി വരികയും ഇതൊരു ബെർഡനായിട്ടൊരു ഫീൽ ചെയ്യുകയും ആ ഒരു നിങ്ങളുമായിട്ടുള്ള ഇമോഷണൽ പരമാകുന്ന ഒരു ബോണ്ടിനകത്തൊരു സ്റ്റക്നെസ് ഇവരുടെ ലൈഫിൽ, ഇവരുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു പൂർണ്ണതയില്ലാത്തൊരവസ്ഥ നിങ്ങളുടെ റിലേഷനിൽ, നിങ്ങളുടെ വ്യക്തിയിൽ തന്നെ കണക്ട് ചെയ്യപ്പെട്ടിരുന്നു. ഒരു അസംതൃപ്തി, ഒരു താല്പര്യക്കുറവ്, കൂടാതെ ഒരു ഡബിൾ എനർജി പ്രസൻസും കണക്റ്റഡ് ആയി വന്നിരുന്നു. ഒരു മസ്കുലിൻ എനർജിയിൽ നിന്നാണല്ലോ ഡബിൾ എനർജിയുടെ പ്രസൻസ് കണക്റ്റഡ് ആയത്. ശക്തമാകുന്ന ഒരു ശത്രുദോഷം, ഒരു മസ്കുലിൻ എനർജി വളരെയധികം ക്ലിയറൻസ് ആയിട്ട് വൈരാഗ്യത്തോടു കൂടി നിങ്ങൾക്കിടയിൽ സെപ്പറേഷൻ ക്രിയേറ്റ് ചെയ്തു. ഒരു മസ്കുലൻ എനർജിയാണ്, ഒരു പുരുഷനിൽ നിന്നാണ് നിങ്ങൾക്ക് ഡബിൾ എനർജിയുടെ പ്രസൻസ് കണക്റ്റ് ചെയ്തത്. അത് നിങ്ങളുടെ റിലേഷനിലെ ഹെൽത്തി എനർജിക്ക്, നിങ്ങളുടെ റിലേഷനിൽ ഉണ്ടായിരുന്ന ആ ഒരു മുന്നോട്ടേക്കുള്ള ഒരു ലോങ് ടൈം സക്സസ്സിന് ബ്ലോക്ക് വരുത്തി. ചില നഷ്ടങ്ങൾ, ചില പ്രോബ്ലംസുകളൊക്കെ നിങ്ങളുടെ റിലേഷനിൽ ക്രിയേറ്റ് ചെയ്തു. സാമ്പത്തികപരമായിട്ടോ കരിയർ മേഖലകളെ ബേസ് ചെയ്തോ ഹെൽത്ത് പരമായിട്ടോ ഒക്കെ ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ബന്ധത്തിൽ ക്രിയേറ്റ് ചെയ്തു. ആരുടെയെങ്കിലുമൊക്കെ ഒരു വിയോഗം, ഒരു നഷ്ടമൊക്കെ നിങ്ങൾക്കിടയിൽ തടസ്സമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളുടെ ബന്ധത്തിനകത്ത് വിള്ളൽ വരാനുള്ള വേറെ ചില കാരണങ്ങൾ, ഒരു പക്ഷേ നിങ്ങളുടെയോ ആ വ്യക്തിയുടെയോ പ്രിയപ്പെട്ട ആരുടെയോ ഒരു വിയോഗമൊക്കെ നിങ്ങൾക്കിടയിൽ ഇമോഷണൽ ഒരു ബാലൻസ് നഷ്ടപ്പെട്ടിരുന്നു. ഒരു അകൽച്ചയ്ക്ക് അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ ക്രിയേറ്റ് ചെയ്യാൻ കാരണമായിട്ടുണ്ട്. സാമ്പത്തികവും കരിയറും ഹെൽത്തും ബാധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒരു ഡബിൾ എനർജീനെ സംബന്ധിച്ച് വന്നതാണ്. കൂടാതെ തന്നെ കാർമിക് സിറ്റുവേഷൻസും മോശം സമയവും അതിനകത്തേക്ക് അതുപോലെ തന്നെ കണക്റ്റഡായി വന്നപ്പം നിങ്ങളുടെ റിലേഷനിൽ വളരെ ശക്തമാകുന്ന ഒരു ഡെത്ത് സംഭവിച്ചു. ഒരു പക്ഷേ അത് പൂർവ്വ കർമ്മ ബേസിലാവാം, മുൻകാലങ്ങളിൽ സംഭവിച്ചു പോയ എന്തെങ്കിലും ഒരു തെറ്റിൻ്റെ ഫലമായിട്ടാവാം. ഒരു കർമ്മയും ഇതിനകത്ത് കാർമിക് സിറ്റുവേഷൻസ്, മൂൺ എനർജി നിങ്ങൾക്ക് ഓപ്പോസിറ്റായി തീർന്നു കേട്ടോ. ചന്ദ്രൻ്റെ എനർജി നിങ്ങൾക്ക് ഓപ്പോസിറ്റായി വന്നപ്പം ഇമോഷണലി ഉണ്ടാവേണ്ട ആ ഒരു ബോണ്ട് കുറഞ്ഞ് വിരക്തി, അതുപോലെ തന്നെ എന്താ പറയുക, ഒരു നിരാശയൊക്കെ ബാധിച്ച് ബന്ധത്തിനൊരു വിള്ളൽ സംഭവിച്ചതായിട്ടാണ് തടസ്സമായി കാണാൻ സാധിക്കുന്നത് കേട്ടോ.